വിശ്വം ഭവത്യേക നീടം. വിശ്വം മുഴുവനും ഒരു കിളിക്കൂട് പോലെ ഒന്നായി തീരുന്ന, ഐക്യത്തിലേക്ക് വരുന്ന, സ്നേഹത്തിന്റെ നിറഞ്ഞ കവിയൽ ഒഴുകുന്ന വിശ്വസുന്ദരമായ ദിനങ്ങളാണ് ക്രിസ്മസ് ദിനങ്ങൾ. ക്രിസ്മസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യം അത് സ്നേഹമാണ്. ദൈവശക്തിക്ക് മീതെ യാതൊന്നും സംഭവിക്കുന്നതല്ല. ദൈവമാണ് പുൽക്കൂട് തിരഞ്ഞെടുത്തത്, ആരും തിരഞ്ഞെടുത്ത് കൊടുത്തതല്ല. അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയില്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ലോകം മുഴുവനും ആർത്തുല്ലസിക്കുന്ന ഈ സുദിനത്തിൽ ഉത്കണ്ഠയിലേക്കും വേദനയിലേക്കും അസ്വസ്ഥതകളിലേക്കും നീറിപ്പുകയുന്ന പ്രശ്നങ്ങളിലേക്കും പോകുന്ന മനുഷ്യ മനസ്സിന് പോലും ഈ കൊച്ചു പുൽക്കൂട്ടിന് മുമ്പിൽ വന്നാൽ എല്ലാം ഇല്ലാതാകാനുള്ള വലിയ ഒരു നിധി ഒളിഞ്ഞിരിക്കുന്നു. അത് ദൈവിക നിധിയാണ്. ആ നിധി ഹൃദയത്തിലേറ്റിയാൽ പ്രതീക്ഷയും പ്രത്യാശയും നിറഞ്ഞു കവിയും. കുടുംബങ്ങളെ, നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് വരിക. കൊച്ചു കുടുംബം, പുൽക്കൂട്ടിൽ നിറഞ്ഞു നിൽക്കുന്ന കുടുംബം, സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും പങ്കുവയ്പ്പിന്റെയും ദൈവിക മേഖല പുലരുന്ന ഈ ദൈവിക സംവിധാനം നമുക്ക് ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. ഹൃദയത്തിൽ നിന്ന് ആ ചൈതന്യം പുറത്തു വരുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ സ്നേഹം നിറഞ്ഞു കവിയും. മക്കൾ പറന്ന് വിദേശത്തേക്ക് പോയപ്പോൾ പല ദേശങ്ങളിലെയുമായി അവർ അവരുടെ ജീവിതാവസ്ഥകൾ കണ്ടെത്തിയപ്പോൾ എന്ത് നന്മയാണ് ഉണ്ടായത്? വിശ്വം മുഴുവനും ഒരു പക്ഷിക്കൂട് പോലെ ഒരു ഹൃദയത്തിൽ ഒന്നായിത്തീരുന്നു. എല്ലാ രാജ്യങ്ങൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥന ഉയരുകയാണ്. കാരണം അവരുടെ ജീവനായ മക്കൾ വിദേശത്താണ്. അയർലൻഡിലും അമേരിക്കയിലും ഇംഗ്ലണ്ടിലും കാനഡയിലും എന്നുവേണ്ട ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഹൃദയത്തിന്റെ ചലനങ്ങൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇതാ ലോകം സ്വർഗമായി മാറുന്ന സുദിനം. ഈ സുദിനത്തിൽ നമുക്ക് ആനന്ദിക്കാം. നമ്മുടെ ഹൃദയങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥനയും ഹൃദയങ്ങളിൽ നിന്നുള്ള ദൈവിക സംവിധാനവും ഉയർന്ന് പരിലസിക്കട്ടെ. ഈ ഭൂമി ഒരു സ്വർഗമായി തീരട്ടെ എന്ന് ഈ ക്രിസ്മസ് ദിനത്തിൽ സ്നേഹപൂർവ്വം സന്തോഷത്തോടെ ആശംസിക്കുന്നു. മറിയത്തിന്റെ സ്തോത്രഗീതം. വിശുദ്ധ ലൂക്കയുടെ സുവിശേഷത്തിൽ നിന്നുള്ള വായന. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്താൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും തൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. 1843 ഹെൻറി കോളിന് വേണ്ടി ജോൺ കാൽകോട്ട് ഹോസ്ലി രൂപകൽപ്പന ചെയ്ത ലോകത്തിലെ ആദ്യ കമേഴ്ഷ്യൽ ക്രിസ്മസ് കാർഡാണിത്. കാർഡിൽ ഒരു കുടുംബം ക്രിസ്മസ് സന്തോഷം പങ്കിടുന്നതും പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്നതും ദൃശ്യവൽക്കരിച്ചിരിക്കുന്നു. ക്രിസ്മസിൻ്റെ മാനവികതയും സാമൂഹിക സന്ദേശവും അതിൽ ഉൾക്കൊള്ളുന്നു.